ഹലോ ഗൈസ്, ഞാൻ ഇങ്ങനെ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പം കുറേ നാളായിട്ട് എന്നോട് ആൾക്കാർ ചോദിക്കുകയായിരുന്നു 3 ഡോർ താറും 5 ഡോർ താറും തമ്മിൽ എങ്ങനെയുണ്ട്. അപ്പം മെയിനായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ, 5 ഡോറാണ് 3 ഡോറാണ്. പക്ഷെ അത് മാത്രമല്ല ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് രണ്ടും റെയർ വീൽ ഡ്രൈവ് ആണെങ്കിലും ഇത് 2200cc ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ജസ്റ്റ് 1500cc ഡീസൽ എഞ്ചിനാണ് വരുന്നത്. റോക്സ് 3 ഡോറിന് ഒരു എക്സ്റ്റൻഡ് വീൽ ബേസ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്ത്, വീൽ ബേസ് എല്ലാം കൂടുതലാണ് റോക്സിന്. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 128 കിലോവാട്ട് ഓഫ് പവറാണ് 3500 RPM റോക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് 90 3 ഡോർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. 370 ന്യൂട്ടൺ മീറ്ററാണ് റോക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കെങ്കിൽ ജസ്റ്റ് 300 മാത്രമേ 3 ഡോർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ എഞ്ചിനെ പറ്റി പറയാനുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും BS6 എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആഡ് ബ്ലൂ ഫ്ലൂയിഡ് ഒഴിച്ച് രണ്ട് വണ്ടികളും ഓടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റ് ആണ് രണ്ട് ഡീസൽ എഞ്ചിൻസും. അത്രയും വലിയ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഗോയിങ് ടു ഇൻറ്റീരിയേഴ്സ് നൗ. പേഴ്സണലി ഐ ലവ് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ഓസ്ട്രേലിയ അതിൽ. പക്ഷേ റോക്സിൻ്റെ വൈറ്റ് ഇൻറ്റീരിയർ ഈസ് സോ എലഗൻ, ലക്ഷറി ആൻഡ് അടിപൊളി. പിന്നെ ഫീച്ചേഴ്സ്, All the switches are so feather touch and improved. Do have a panoramic roof, all soft touch. In the old Thar, it's all rugged, so hard. Switches, it doesn't comes with the handrest. It comes with the adjustable handrest. പ്രാക്ടിക്കാലിറ്റി കമ്പാരിസൺ ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, 3 ഡോറിന് ബാക്കിലോട്ട് കയറാൻ കുറച്ച് പാടാണ്. പ്രായമുള്ളവരാണെങ്കിലും വയറൊക്കെ ഉള്ളവരാണെങ്കിലും കുനിഞ്ഞ് കയറുക ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ബേസിക്കലി 3 ഡോർ ഒരു 2 സീറ്റർ വണ്ടിയാണ്. കാര്യം ബൂട്ട് സ്പേസ് എന്ന് പറയാം. കാരണം അതിൻ്റെ ഷൂവും നമ്പർ പ്ലേറ്റും വന്നപ്പം തന്നെ അതിനകത്ത് സ്പേസ് ഇല്ലാതെ. അപ്പോഴത്തേക്കും 2 പേരും ലഗേജുമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് 3 ഡോർ. ബട്ട് 5 ഡോറ് കണ്ട് തുറക്കുമ്പോൾ തന്നെ നൈസ് ഓപ്പൺ ആംഗിളിലാണ് ഡോർ വയ്ക്കുന്നത്. പ്രായമുള്ളവർക്കൊക്കെ ചാടി ഒന്ന് ഓടിക്കയറാം. ബൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ഇഷ്ടം പോലെ സ്പേസാണ്. ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ലഗേജും കയറാൻ പറ്റുന്ന സ്പേസുള്ളൂ. ബാക്കിലത്തെ വിൻഷീൽഡ് വൈപ്പർ 3 ഡോറിന് ഇല്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് റോക്സ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സാധനം എന്നുള്ളത് ഇതിൻ്റെ ഫ്യൂവൽ ലിഡ് ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ എപ്പോഴും കീ ഇട്ട് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ 19 അലോയ്സാണ് ഇതിന് വരുന്നത്. അത് പിന്നെ കീയെ പറ്റി പറഞ്ഞപ്പോഴാണ് ആകെയുള്ള സിമിലാരിറ്റി രണ്ട് വണ്ടികളിലേയും കൂടെ ഉള്ളത് ഈ കീകൾ മാത്രമാണ്. പക്ഷേ റോക്സ് വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. പക്ഷേ 3 ഡോർ വന്ന് ജസ്റ്റ് നമ്മൾ കീ ഇട്ട് തന്നെ മാനുവലി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ വണ്ടികളെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഫ്രീക്വൻസി ഡാമ്പിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി റോക്സിനുണ്ട്. അതുകൊണ്ട് റൈഡ് കംഫർട്ട് ഈസ് ഔട്ട് ഓഫ് ദ ബോക്സ്. അതിനെപ്പറ്റി അറിയാൻ പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ടേക്ക് കെയർ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.